ഹായ്, ഞാൻ ഡോക്ടർ ഗൗരി, പെത്തോളജിസ്റ്റ്, ഡയറക്ടർ, ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്, പാലക്കാട്. മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് 5 തരമുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി, ഡി, ഇ. ഇത്രയും കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് എ, ഹെപ്പറ്റൈറ്റിസ് എ, അല്ലെങ്കിൽ സാധാരണ കാണുന്ന നമ്മളല്ലെങ്കിൽ സാധാരണ പറയുന്ന മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം തടയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ചെയ്യേണ്ടത്. ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വരുന്നത് വെള്ളത്തിൽ കൂടിയിട്ടാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, നല്ല വെള്ളങ്ങൾ മാത്രം കഴിക്കുക, ശീതളപാനീയങ്ങൾ നല്ല സ്ഥലത്ത് നിന്ന് കഴിക്കുക, ഭക്ഷണ പദാർത്ഥങ്ങളായാലും വെള്ളങ്ങളായാലും നല്ല സ്ഥലത്ത് ഉണ്ടാക്കിയത് കഴിക്കുകയാണ് മഞ്ഞപ്പിത്തം തടയാനുള്ള മാർഗം. 5 തരം മഞ്ഞപ്പിത്തമുണ്ട്. അതിൽ എയും ഇയുമാണ് നമ്മുടെ വെള്ളത്തിൽ കൂടി പകരുന്നത്. അപ്പോൾ നമ്മൾ കക്കൂസിലൊക്കെ പോയി വരുമ്പോൾ വൃത്തിയായിട്ട് കൈയൊക്കെ നന്നായി കഴുകണം. അങ്ങനെയാണ്. അപ്പോൾ കൈ നന്നായി കഴുകിയില്ലെങ്കിലാണ് നമുക്ക് ആ കണ്ടാമിനേറ്റഡ്, നമ്മൾ ചിലപ്പോൾ മഞ്ഞപ്പിത്തം എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അറിയില്ല, ആ വൈറസ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയും. വെള്ളത്തിൽ കൂടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ മലത്തിൽ കൂടിയിട്ടൊക്കെയാണ് നമുക്കിത് വരിക. പിന്നെ ബി വരുന്നത് ഇഞ്ചക്ഷൻസിൽ കൂടിയിട്ട് രക്തം നമ്മൾ കയറ്റുമ്പോൾ ശരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി പരിശോധിക്കാണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് ബി വന്ന ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഡി വരുള്ളൂ. പിന്നെ സിയും രക്തത്തിൽ കൂടിയിട്ടാണ്. രക്തം സ്വീകരിക്കുന്നത് ഒരു ശരിക്കുള്ള ഹെൽത്തിയായ രക്തം സ്വീകരിക്കുന്നതിന് പകരം ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഡോണറിൽ നിന്നോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി അത് ശരിക്കും ഉണ്ടോ എന്ന് പരിശോധിക്കാണ്ട് രക്തം സ്വീകരിക്കുമ്പോഴാണ് സി വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്നുള്ള രോഗം വരുന്നത്. ഇത് വൈറസ് കൊണ്ടാണ്. ഈ എല്ലാ ഹെപ്പറ്റൈറ്റിസും എ, ബി, സി, ഡി ഒക്കെ വൈറസാണ്. അല്ലാണ്ടേ നമുക്ക് മഞ്ഞപ്പിത്തം വരാം. ഡ്രഗ്സ് കൊണ്ടുവരാം, ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരാം, അല്ലെങ്കിൽ ടോക്സിൻസ്, എന്തെങ്കിലും കെമിക്കൽസ്, ടോക്സിൻസ് കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ നോൺ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. പക്ഷേ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് 2 തരമാകാം. ഒന്ന് വൈറസുകൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നോൺ വൈറസ് കൊണ്ടുവരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേമാതിരി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.